അല്ല ഷീബേച്ചി 5 മണിയായില്ലേ, ഇനി നമുക്ക് നറക്കം കിട്ടൂടെ? നറക്കം കിട്ടേ. ആർക്കാ നോക്കുങ്ങള്? അമ്മ 2-3 പേര് ഇരിക്കുന്നുണ്ടല്ലോ, എന്തോ നടക്കുന്നുണ്ടല്ലോ. അമ്മ അമ്മ കൈരേഖ നോക്കാനുണ്ടോ? മുഖം നോക്കി ലക്ഷണം പറയൂ, കൈ നോക്കി ലക്ഷണം പറയൂ, സത്യം മാത്രമേ പറയൂ. ഞാള് നോക്കിക്കണെങ്കില് നിങ്ങള് ഇത് ആർക്കാർക്കും കുറി കിട്ടിയെന്നൊന്ന് പറഞ്ഞു തരണം, എന്നാലേ ഞാൻ നോക്കിക്കും. കുറി ഇങ്ങക്ക് കിട്ടി, ആളെ നിങ്ങൾ അറിഞ്ഞു, പിന്നെ ഞാൻ എന്ത് പറയാനമ്മ? എന്നാൽ നമുക്ക് നോക്കാനും. മൂപ്പര് പറഞ്ഞല്ലേ ആദ്യം തന്നെ, അറിയാം നിങ്ങൾ എടുത്തില്ലേന്ന്. അപ്പൊ മൂപ്പര് നമുക്ക് നോക്കിയാലോ? ഷീബേച്ചിയെ നിങ്ങൾ നോക്കുന്നാ? എനിക്കില്ലെന്നൊരു വിശ്വാസമല്ലേ ഇടേ, എന്ത് കൈ നോക്കുന്നു? നിങ്ങളാരെയും നോക്കുന്നുണ്ടേ നോക്കിക്കോ. 3 ആൾക്കും പല കാര്യവും പറയാനുണ്ട്. കൈരേഖ നോക്കി പറയാം, മുഖം നോക്കി പറയാം, പല കാര്യങ്ങളും പറയാനുണ്ട്. സത്യം മാത്രമേ പറയൂ. എന്നാൽ നിങ്ങൾ എന്റെ കൈ ഒന്ന് നോക്കിക്കോട്ടോ. നാടെവിടെയാ? എന്നൂര് സേലം. ഇപ്പൊ വീട് ഇവിടെ കൊല്ലം താമസിക്കുന്നു. എന്റെ കൈ അറിയാതമ്മ, എന്റെ കൈ കാട്ട്. ഭാഗ്യമുള്ള രേഖയാണ് കേട്ടോ. ഓ, മരണം കഴിഞ്ഞു പോയി കേട്ടോ. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ് മോള്. മക്കളെ ഭാഗ്യം കൊണ്ടാണ്. 4 മക്കൾക്ക് യോഗമുണ്ട്. വിധിപ്രകാരം 2 ഉള്ളൂ. ഇപ്പൊ എത്ര മക്കളുണ്ട്? ഭർത്താവ്, മോളെ ഭർത്താവ് ആള് പാവ, ശുദ്ധനാ കേട്ടോ. നീ ആള് സൂരത്തിയാണ്, വളഞ്ഞ വിത്ത. ഭാഗ്യരേഖ. ഇനി മോക്കൊന്നും പറ്റില്ല കേട്ടോ, എല്ലാം കഴിഞ്ഞു. പിന്നെ ഭർത്താവ് ഒരു പരോപകാരിയാ, അത് മോക്ക് ഇഷ്ടപ്പെടൂല. സത്യല്ലേ? അല്ലാളെ ഓളെ കൊണ്ട് സുഖമില്ലാന്നൊക്കെ പറഞ്ഞൊക്കെ സത്യം തന്നെയല്ലേ അല്ലേ? നമുക്ക് വെറുപ്പ് പിടിച്ചത് ഓളെ കൊണ്ട് മോശം പറഞ്ഞില്ല, അതുകൊണ്ടാണ്. എന്താക്കുമ്പോഴൊന്ന് നോക്കിക്ക. എന്നാല് നമുക്ക് നോക്കിക്ക. എന്തായാലും ഒരു 100 ഉറുപ്പ്യല്ലേ? അത് തന്നെ. എന്നാ എന്റെ നോക്കിക്കോ. എന്നാല് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ മോളെ കൈരേഖ നല്ല കൈരേഖയാ കേട്ടോ. ഭാഗ്യമുള്ള മോളാ, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടൊരു മോളാഞ്ഞു. അച്ഛനും അമ്മയ്ക്ക് എത്ര മക്കളാ? 2. നോക്കെത്ര കുട്ടികളുണ്ട് ഇപ്പൊ? 2 ആള്. 3ന്റെ യോഗം കാണുന്നുണ്ട് കേട്ടോ. 1-കൂടിയുള്ള യോഗം ഉണ്ട്. ഭർത്താവ് മുൻകോപക്കാരനാ. ആളെങ്ങനെയാ വീട്ടില്? അങ്ങനെ തന്നെയാ. പിന്നെ മോളെ ഭാഗ്യം കൊണ്ട് നല്ലൊരു കുഴപ്പമില്ലാണ്ട് ജീവിതം മുന്നോട്ട് രക്ഷപ്പെട്ട് പോകുന്നുണ്ട് കേട്ടാ. എന്റെ കൈ നോക്ക്. മോളെ ഭാഗ്യരേഖയാണല്ലോ കാണുന്നത്. നല്ല ഭാഗ്യമുള്ള മോളാട്ടോ. വന്ന് കഴിയതിന് ശേഷം ഭർത്താവ് നല്ലതാ. ഭർത്താവ് നല്ലൊരു പരോപകാരിയായിട്ടാ കാണുന്നത്. മോക്കത് തീരെ ഇഷ്ടമില്ല. പിന്നെ മക്കൾക്ക് 3 മക്കൾക്ക് യോഗമുണ്ട്. എത്ര മക്കളുണ്ട്? 2. വിധിപ്രകാരം 2 തന്നെയാ കാണുന്നത് കേട്ടോ. ഭർത്താവ് പറയുന്ന കാര്യമൊന്നും മോൾ അംഗീകരിച്ചു കൊടുക്കൂല. അറുപ്പിശുക്കെത്തി, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മോളാ. അല്ല ഷീബേച്ചിയെ, എന്നോട് പറഞ്ഞല്ലേ നിങ്ങളോടും പറഞ്ഞേ? അതല്ലണേ പറയുന്നത് നമ്മളെ കൊണ്ട് എല്ലാം കൊണ്ടാളെ കൊണ്ടുവന്നാ പറഞ്ഞേ. സൗമ്യരെ കൊണ്ട് നല്ല എനിക്കോളം കുട്ടിയുടെ, പക്ഷെ ഞാൻ കൊടുക്കുകയല്ല. അല്ലാണ്ട് ഞാനും കൊടുക്കുകയല്ല. ഞാൻ മാത്രം ഇപ്പം കൊടുക്കാനാ? നിങ്ങളൊന്നും കൊടുക്കാണ്ട് ഞാൻ പോവുക. അമ്പമ്പോ പമ്പളകളെല്ലാം അത് കഥ കടിച്ചു പോയി. എന്റെ കാശും പോയി. അതിന് വഴിയുണ്ടുമാ.
വാ